ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നുള്ളത് തിരുവനന്തപുരത്ത് പൂവാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കോവളത്ത് നിന്ന് 19 കിലോമീറ്റർ ദൂരത്താണ് പൂവാർ എന്ന സ്ഥലം. ഇവിടെ വരുന്ന ആളുകൾ ഏറ്റവും അധികം സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് പൂവാർ ഗോൾഡൻ സാൻഡ് ബീച്ച്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ കയറി പൂവാർ ഗോൾഡൻ സാൻഡ് ബീച്ചിലേക്ക് പോവുകയാണേ. ഈ പൂവാർ ഗോൾഡൻ സാൻഡ് ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോവളത്തെ ഹവ ബീച്ചും ഡൊമസ്റ്റിക് എയർപോർട്ടിനടുത്തുള്ള ശംഖുമുഖം ബീച്ചും കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ വിസിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു ബീച്ചാണ്. നമ്മൾ ഈ ബീച്ചിലേക്ക് പോകാനായിട്ട് ചെറിയ കനാൽ അല്ലെങ്കിൽ ബാക്ക് വാട്ടർ വഴിയാണ് ബോട്ട് പോകുന്നത്. ചെറിയ ബാക്ക് വാട്ടർ വന്ന് ഇപ്പോൾ ഒരു കുറച്ചുകൂടി വീതിയുള്ള ഒരു കനാലിലേക്ക് വന്ന് പ്രവേശിച്ചു. അപ്പോൾ ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലത്തിന് മുകളിൽ കൂടി ബസ്സൊക്കെ പോകുന്ന ഒരു വഴിയാണ്, റോഡാണത്. ഈ ബാക്ക് വാട്ടറിൻ്റെ സൈഡിലെല്ലാം ചെറിയ ചെറിയ ബോട്ടിംഗ് സെൻറ്ററുകളാണുള്ളത്. ഇതേപോലെയുള്ള ബോട്ടിംഗ് സെൻറ്ററുകളിൽ നിന്നും ബുക്ക് ചെയ്യുന്ന ബോട്ടുകൾ വഴി നമുക്ക് ബീച്ചിലേക്ക് യാത്ര ചെയ്യാനാവും. ഈ കനാലിന് ഇരുവശവും നല്ല പച്ചപ്പായിട്ടുള്ള മരങ്ങളുമാണ്. തെങ്ങുകൾ ധാരാളം നിൽക്കുന്നുണ്ട്. നിറയെ മരങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നഗരത്തിൻ്റെ തിരക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഉള്ള ഒരു യാത്രയാണിത്. രണ്ടു വശത്തുമുള്ള മരങ്ങളുടെ പച്ചപ്പ് ആസ്വദിച്ച് നമുക്ക് ശാന്തമായി ഈ ഒരു കനാലിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നത് വളരെയധികം മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അവധി ദിവസങ്ങളായാൽ നിറയെ സഞ്ചാരികളാണ് ഇവിടെ യാത്ര ചെയ്ത് ഗോൾഡൻ സാൻഡ് ബീച്ചിലെ കാഴ്ചകൾ കാണാനായിട്ട് പോകുന്നത്. നിറയെ ബോട്ടുകൾ നമുക്ക് ഈ പുഴയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പോകുന്ന വഴിയിലെല്ലാം നിറയെ പലവിധത്തിലുള്ള കാണാത്ത മരങ്ങളും കാട്ടുചെടികളും, പണ്ടുകാലങ്ങളിൽ തഴപ്പായ നെയ്യാൻ ഉപയോഗിച്ചിരുന്ന മുള്ളുകളുള്ള ഒരുതരം പനയോലച്ചെടിയും ഒതളങ്ങ മരങ്ങളും എണ്ണിയാലൊടുങ്ങാത്ത തെങ്ങുകളും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ടൂറിസ്റ്റുകൾക്ക് സമ്മാനിക്കുന്നത്. ഈ കനാലിലെ ചില ഭാഗങ്ങൾ കണ്ടാൽ അനാക്കൊണ്ട പോലുള്ള ഇംഗ്ലീഷ് സിനിമ ഇവിടെയാണോ ഷൂട്ട് ചെയ്തതെന്ന് നമുക്ക് തോന്നിപ്പോവും. പൂവാർ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വരുന്നവർ ഈ പൂവാർ ഗോൾഡൻ സാൻഡ് ബീച്ചിലേക്കുള്ള വഴികളും പൂവാർ സാൻഡ് ബീച്ചും കാണാതെ പോയാൽ അത് വളരെ വലിയൊരു നഷ്ടം തന്നെയാണ്. അത്രയ്ക്ക് മനോഹരമായ ഈ സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കനാലിലൂടെ പോകുന്ന വഴിയിൽ കരിക്ക് വിൽക്കുന്ന ഒരു ചേട്ടനെ കാണാൻ സാധിച്ചു. കരിക്ക് വള്ളത്തിൽ കൊണ്ടു നടന്ന് വിൽക്കുന്ന ഒരു രീതിയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. നമുക്ക് കരിക്ക് വെട്ടി വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. നല്ല കരിക്കായിരുന്നു.
നല്ല മധുരമുള്ള കരിക്കായിരുന്നു. അപ്പോൾ കരിക്ക് ചേട്ടന് നമുക്ക് ടാറ്റ കൊടുത്ത് നമുക്ക് നേരെ ബീച്ചിലേക്ക് പോവാം. ഈ പൂവാർ ബീച്ചിലേക്കുള്ള യാത്രാമധ്യേയുള്ള കാട് പോലെയുള്ള ഒരിക്കലും കാണാത്ത ചില സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കാണുന്നതിന് നമ്മൾ ഇവിടെ തന്നെ വന്നേ മതിയാവും, അല്ലാതെ ടൗണിലിരുന്നാൽ ഇത് കാണാൻ പറ്റുകയില്ല. അതുകൊണ്ടിട്ട് പൂവാർ ബീച്ച് കാണാൻ വരുന്നവർ ദയവായി ഈ ബോട്ടിങ്ങിന് വന്ന് ഇതിലൂടെ തന്നെ യാത്ര ചെയ്ത് ബീച്ചിലെത്തിയാൽ മാത്രമേ ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു എലിഫൻ്റ് റോക്കാണ്. പണ്ടുകാലം മുതലേ തന്നെ ഒരു ആനയുടെ ഷേപ്പിൽ വളർന്ന് വന്ന ഒരു പാറക്കൂട്ടമാണത്. ഇവിടെ വള്ളത്തിൽ തന്നെ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും അങ്ങനെയുള്ള എല്ലാം വള്ളത്തിൽ തന്നെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് പോലെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം ഇവിടെ വരുന്ന യാത്രക്കാർക്ക് ഭക്ഷണം കഴിക്കുവാനായി അറേഞ്ച് ചെയ്തിട്ടുള്ള ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളാണ്. ഈ നോൺ വെജ് ഫുഡും പ്യുവർ വെജിറ്റേറിയൻ ഫുഡും എല്ലാം ഇങ്ങനെ നമുക്കിവിടെ നിന്ന് വാങ്ങാൻ സാധിക്കുന്നതാണ്.
ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്. ഒരു ചെറിയ ചാപ്പൽ മാതൃകയിലുള്ള ഒരു ചെറിയ ചർച്ചാണ്. ഇവിടെ കടലിൽ പോകുന്ന മുക്കുവർ ഇവിടെ പ്രാർത്ഥിക്കാനായി വരുന്നതാണ്. ഇത് ചില്ലീസിൻ്റെ നോൺ വെജ് ഹബ്ബാണ്. ഇവിടെ നല്ല മീൻ വിഭവങ്ങളും എല്ലാം നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. അടുത്ത് തന്നെ ശരവണ ഭവൻ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലും ഇതിൻ്റെ അടുത്ത് തന്നെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റായി നിലനിൽക്കുന്നുണ്ട്. ഇത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കായി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ടൂറിസ്റ്റ് കോട്ടേജുകളാണ്. എല്ലാം ഫ്ലോട്ടിംഗ് കോട്ടേജ് മാതൃകയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അനവധി ഫ്ലോട്ടിംഗ് കോട്ടേജുകളാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ വന്ന് ബുക്ക് ചെയ്ത് ഇത് താമസിക്കാവുന്നതാണ്. വളരെ മനോഹരമായ രീതിയിലുള്ള കോട്ടേജുകളാണ് ടൂറിസ്റ്റുകൾക്കായി ഇവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മളങ്ങനെ ഗോൾഡൻ സാൻഡ് ബീച്ചിലേക്ക്, പൂവാർ ഗോൾഡൻ സാൻഡ് ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി കരയിലേക്ക് അടുപ്പിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഗോൾഡൻ സാൻഡ് ബീച്ചിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ സാധിക്കും. ഇവിടെ ഈ പാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ ബോട്ടുകളിലും ടൂറിസ്റ്റുകൾ ഗോൾഡൻ സാൻഡ് ബീച്ച് കാണുവാനായി വന്നിട്ടുള്ള ബോട്ടുകളാണ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളങ്ങനെ കരയിലേക്ക് അടുത്തു, ബോട്ട് നിർത്തി. പുഴയുടെയും കടലിൻ്റെയും മധ്യഭാഗത്തായിട്ടാണ് ഈ കടൽ തീരം സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം നിറയെ ഗോൾഡൻ കളറുള്ള മണലാണ് ഇവിടെ ഉള്ളത്. നിറയെ നമുക്ക് ഇവിടെ കാഴ്ചകൾ കാണാം.
എത്ര